ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രാജ്യമെമ്പാടും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനം കൂടി ബി.ജെ.പിക്ക് അമ്പെ പൊട്ടിപ്പാളീസാവുകയാണ്. ബി.ജെ.പിക്ക് ഒരു സംസ്ഥാനം കൂടി നഷ്ടമാകുന്ന സുപ്രധാന വിവരങ്ങളാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നത്. രാജ്യസന്നദ്ധ അറിയിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൻ.ഡി.എക്കുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തനം തുടരുമെന്നും മുതിർന്ന നേതാക്കളെ കാണുമെന്നുമാണ് ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ദയനീയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നാണ് ഫട്നാവിസ് അറിയിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി തന്നെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഫട്നാവിസ് ബി.ജെ.പി. നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. ഘടകം പാർട്ടിയുടെ മോശം പ്രകടനം വിശകലനം ചെയ്യാൻ ഒരു യോഗം ചേർന്നിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെയും മറ്റു മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ 45 സീറ്റുകൾ നേടുമെന്ന ലക്ഷ്യത്തിൽ എങ്ങനെ ഇടിവ് സംഭവിച്ചെന്ന് പരിശോധിച്ച് വരിക കൂടിയാണ്. ഇതിൽ പരിശോധിക്കാനൊന്നുമില്ല. സംഘിപ്പാളയങ്ങൾ തകർന്നതും നരേന്ദ്രമോദിയോടുള്ള ജനങ്ങളുടെ വിരുദ്ധതയുമാണ് ഇപ്പോൾ ഈ തോൽവിക്ക് കാരണമെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഒപ്പം ബി.ജെ.പിയുടെ കാലമാറ്റ രാഷ്ട്രീയത്തിന് ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മറാത്ത മണ്ണിൽ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ശിവസേനയും എൻ.സി.പിയും പിളർത്തി മഹാരാഷ്ട്ര ഭരണം പിടിച്ച ബി.ജെ.പിയുടെ കാലുമാറ്റ രാഷ്ട്രീയത്തിനാണ് മറാത്തയുടെ മണ്ണിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം.പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം കൂടിയായ മഹാരാഷ്ട്ര. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളിൽ 41 സീറ്റും എൻ.ഡി.എക്കൊപ്പമായിരുന്നു. എൻ.ഡി.എ പിടിച്ചെടുക്കുകയായിരുന്നു. ബി.ജെ.പി 23 സീറ്റും ശിവസേന 18 സീറ്റുമാണ് സഖ്യത്തിന്റെ ഭാഗമായി നേടിയിരുന്നത്. യു.പി.എയിൽ എൻ.സി.പിക്ക് 4 സീറ്റും കോൺഗ്രസിന് 1 സീറ്റും മാത്രമാണ് 2019 ലഭിച്ചിരുന്നത്. അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും സ്വതന്ത്രനും ഓരോ സീറ്റുകളും ആ തിരഞ്ഞെടുപ്പിൽ നേടുകയും ഉണ്ടായി. ഇത്തവണ ഇതിൽ പകുതിയിലേറെയും സീറ്റുകളിൽ ഇന്ത്യ സഖ്യമാണ് മുന്നേറിയിരിക്കുന്നത്. യഥാർത്ഥ ശിവസേന ഉദ്ധവ് വിഭാഗമാണെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞതും അത് തെളിയിച്ചിരിക്കുന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ശിവസേന സഖ്യം അധികാരമേറ്റെങ്കിലും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാത്തതിനെ തുടർന്ന് ശിവസേന ബി.ജെ.പി. സഖ്യം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കോൺഗ്രസ് എൻ.സി.പി. മുന്നണിയുടെ യു.പി.എക്കൊപ്പം ശിവസേന ചേരുകയും മഹാവികാസ് അഘാഡിക്ക് രൂപം നൽകുന്ന കാഴ്ചയുമാണ് രാജ്യം കണ്ടത്. ഈ സഖ്യം അധികാരത്തിലേറിയപ്പോൾ രോഷാകുലരായ ബി.ജെ.പി. നേതൃത്വം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ ആ സർക്കാരിനെ അട്ടിമറിക്കാൻ സകല അടവുകളും പയറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് ശിവസേനയും എൻ.സി.പിയും പിളർത്തുന്ന തന്ത്രമാണ് ബി.ജെ.പി. പയറ്റിയത്. ശിവസേനയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ അടർത്തിയെടുത്തും എൻ.സി.പിയിൽ അജിത് പവാർ വിഭാഗത്തെ ഒപ്പം കൂട്ടിയും മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തിയ ബി.ജെ.പി. വിമത ശിവസേന നേതാവ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയാണ് മഹാരാഷ്ട്രയിൽ തട്ടിക്കൂട്ട് സർക്കാർ ഉണ്ടാക്കിയിരുന്നത്. ഈ രാഷ്ട്രീയ കളിയിൽ ശിവസേനയിൽ ഉദ്ധവ് വിഭാഗത്തിനും എൻ.സി.പിയിൽ ശരത് പവാർ വിഭാഗത്തിനും സ്വന്തം ചിഹ്നം പോലും നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനെല്ലാം മധുരമായൊരു പകവീട്ടിലാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം നൽകിയിരിക്കുന്നത്. കാലുമാറ്റ രാഷ്ട്രീയത്തിന് വൻ തിരിച്ചടി ലഭിക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്കുണ്ടായ ഈ തിരിച്ചടി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിലും ഇനി വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്. ഷിൻഡെയ്ക്കൊപ്പം പോയ ശിവസേന നേതാക്കളും പ്രവർത്തകരും എല്ലാം ഉദ്ധവ് താക്കറെക്കൊപ്പം ചേരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സാധ്യതകൾ ഏറി വരികയുമാണ്. അജിത് പവാറിനൊപ്പം പോയ എൻ.സി.പി. പ്രവർത്തകരും ശരത് പവാർ ഭാഗത്തിലേക്ക് മടങ്ങിയെത്തിയാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം അധികം താമസിയാതെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നതിനാൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് മാനങ്ങൾ ഏറെയുമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അട്ടപടലം പൊട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കാൻ തയ്യാറായി ഇപ്പോൾ ഓരോരുത്തരും രംഗത്ത് വരുന്നത്. ഒപ്പം ദേവേന്ദ്ര ഫട്നാവിസ് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, തോൽവിയുടെ എല്ലാ നേതൃത്വവും ഞാൻ ഏറ്റെടുക്കുന്നു, എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന്. ഈ രാജിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ പ്രകടനമാണ്. ശക്തമായി കാഴ്ചവെച്ച ഈ പ്രകടനത്തിൽ
BJP തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ നാം കണ്ടത്. ഇനി അങ്ങോട്ട് ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടുകൂടി മഹാരാഷ്ട്രയിലെ സംഘിപ്പാളയങ്ങളെല്ലാം പൊട്ടിപ്പാളീസാവുകയും അവിടെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യമാണ് ഇനി മഹാരാഷ്ട്ര കൈയാളാൻ പോകുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാം ശിവസേനയുടെ ഉദ്ധവ് വിഭാഗമാണ് ശരിയെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPക്കേറ്റ കനത്ത പ്രഹരവും കനത്ത തോൽവിയും.